നമസ്കാരം. കഞ്ഞിയിൽ കല്ല് കടിച്ചതിൻ്റെ ദേഷ്യത്തിൽ ഉത്തമൻ ഭാര്യ ശകുന്തളയോട് ചോദിച്ചു, എടി ദൈവം നിനക്ക് 2 കണ്ണ് തന്നിട്ടില്ലേ? എന്നിട്ടും കഞ്ഞി വെക്കുന്നതിന് മുമ്പ് അരിയിലെ കല്ല് പെറുക്കിക്കളയാൻ പറ്റിയില്ലേ? ഇത് കേട്ട ഭാര്യ ഉത്തമനോട് തിരിച്ചു ചോദിച്ചു, ദൈവം നിങ്ങൾക്ക് 32 പല്ല് തന്നിട്ടില്ലേ? എന്നിട്ട് ഒരു കല്ല് കടിച്ചു പൊട്ടിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ലേ? ഇതേ ചോദ്യം നമുക്ക് ചാനൽ ചർച്ചകളിൽ വരുന്ന ചില സഖാക്കളോടും ചോദിക്കാൻ തോന്നും. സഖാവേ, 100 കണക്കിന് പാർട്ടി ക്ലാസ്സിൽ നിങ്ങൾ പോയി ഇരുന്നിട്ടില്ലേ? എത്രയോ പ്രസംഗങ്ങൾ നിങ്ങൾ അന്തം കമ്മികൾക്ക് മുമ്പിൽ നടത്തി വിജയിച്ചിട്ടുണ്ട്. എത്രയോ തൂക്കുമരങ്ങളിൽ നിങ്ങൾ ഊഞ്ഞാലാടി, ചോരച്ചാലുകൾ എത്രയെണ്ണം നീന്തിക്കയറി. എന്നിട്ടും ഒരു ചാനലിലെ അവതാരകൻ്റെ സില്ലി ക്വസ്റ്റിന് മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? അപ്പേട്ടൻ ദേഷ്യപ്പെടുമ്പോൾ എന്ത് രസമാ കാണാനെന്ന് യോദ്ധയിലെ ജഗതിയോട് ഉർവശി ചോദിച്ച പോലെ നമുക്കും ചോദിക്കാൻ തോന്നും ചില സഖാക്കളോട്. ചാനൽ ചർച്ചയിൽ വന്ന CPMൻ്റെ പ്രതിനിധി അരുൺകുമാർ ദേഷ്യപ്പെടുന്ന രംഗം കാണുമ്പോൾ ഇതേ ചോദ്യം നമുക്ക് ചോദിക്കാൻ തോന്നും. കഴിഞ്ഞ ദിവസം മനോരമയുടെ കൗണ്ടർ പോയിന്റിലാണ് ഉത്തരം മുട്ടിയപ്പോൾ അരുൺകുമാറിൻ്റെ മുഖം കോപതാപങ്ങളാൽ അരുണാഭമായത്. ഇപ്പൊ 54 സമയം. എനിക്ക് ഇതിന്റെ ഡയറക്റ്റ് ഉത്തരം കിട്ടിയ ദയവായി അദ്ദേഹം എന്റെ ചോദ്യത്തിൽ ഉള്ള ആ പ്രശ്നത്തിൽ തന്നെ അദ്ദേഹം അതിൽ തുടങ്ങുമെന്നും മറ്റൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചും വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി എന്നുള്ള അധിക്ഷേപ ധ്വനിയൊക്കെ ആയിട്ടാണ് തുടങ്ങിയത്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഇടപെടും. അത് ഇടപെടുമ്പോൾ പിന്നെ ഇടപെട്ടതിനെ ചൊല്ലിയായിരിക്കും പരാതി. അതങ്ങനെ നീണ്ടുപോയി ഇത്രയും സമയം. ഇനി 3 മിനിറ്റ് സമയം താങ്കൾക്ക് ഞാൻ ഇടപെടില്ല. ഇത് ഒറിജിനലാണോ വ്യാജമാണോ എന്നതിൽ നിന്ന് കിട്ടിയാൽ നല്ല കാര്യം. മേലാൽ ഇത്തരം മെനകെട്ട ചർച്ചയ്ക്ക് എന്നെ വിളിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. സഖാവ് അരുൺകുമാറിനെ ചർച്ചയ്ക്ക് വിളിക്കുന്ന അവതാരകരോട് ഒന്നേ പറയാനുള്ളൂ, അദ്ദേഹത്തിന് കൊടുക്കുന്ന വിഷയങ്ങൾ ഗൗരവതരവും ലോകം ചർച്ച ചെയ്യുന്നതുമാകണം. കാരണഭൂതൻ വിഭാവനം ചെയ്ത കേരളം, മാസപ്പടി വാങ്ങിയ മകളുടെ അധ്വാനം, ഇന്ത്യയുടെ ഭാവിയും കമ്മ്യൂണിസത്തിൻ്റെ പ്രസക്തിയും, ലോക കമ്മ്യൂണിസത്തിന് മുമ്പിൽ മുട്ടുവിറയ്ക്കുന്ന ഇസ്രായേൽ, ആമസോണിലെ പുകയും കേരളത്തിലെ DYFയുടെ പൊതിച്ചോറും, സഖാത്തുകളുടെ ഉശിരിൽ തിളച്ചുമറിയുന്ന നവോത്ഥാന കേരളം, ആണവക്കരാറും ഭൗതികവാദവും, ഇടത് ശക്തിക്ക് മുമ്പിൽ മുട്ടിടിക്കുന്ന മോദി ഇത്യാദി കടുകട്ടി വിഷയങ്ങളിൽ മാത്രമേ അരുൺകുമാറിനെ നിങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കാവൂ. അല്ലാതെ ഏതെങ്കിലും നടരാജൻ്റെ പോസ്റ്റ്, ആശാസമരം, മരുമകൻ്റെ റീൽസ്, ദേശീയപാതയിലെ കീറൽ, ബിരിയാണി ചെമ്പും എക്സാലോജിക്കും, വീണയുടെ പതനവും AKG സെൻറ്ററിൻ്റെ മേൽവിലാസവും ഇത്യാദി വിഷയങ്ങളിൽ ചർച്ചയ്ക്കായി അരുണിനെ വിളിക്കരുത്. അത്തരം മാറ്ററുകൾ ചർച്ച ചെയ്യാൻ ഒന്നുകിൽ ബേബി സഖാവിനെ വിളിക്കണം, അല്ലെങ്കിൽ ബാലൻ സഖാവിനെ വിളിക്കണം. മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ ഉത്തരമാണ് വേണ്ടതെങ്കിൽ ഗോവിന്ദനോട് തന്നെ ചോദിക്കണം. ഈ അരുൺകുമാർ എന്നൊക്കെ പറയുന്നത് ബൗദ്ധിക പ്രതിഭയും ഇടതിൻ്റെ പ്രതീക്ഷയും റെഡ് വോളണ്ടിയേഴ്സിൻ്റെ റൂട്ട് മാർച്ചിലെ മേജർ ജനറലുമാണ്. സത്യത്തിൽ ഈ അരുൺകുമാറും ജയിക്കുമൊക്കെ പാർട്ടിയുടെ സൈബർ പോരുകോഴികൾ മാത്രമാണ്. വേലന് കലി കയറിയാൽ കോഴിയുടെ തല പോകുമെന്ന് പറഞ്ഞതുപോലെ തലതിരിഞ്ഞ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെയും അതിനെ നയിക്കുന്ന പിണറായി കുടുംബകത്തെയും പാർട്ടിയുടെ കൊള്ളരുതായ്മകളെയും വെളുപ്പിക്കാൻ വേണ്ടി മാത്രം മാർക്സ് ഭൂമിയിലേക്ക് അയച്ച ജന്മനിയോഗങ്ങളാണ് ഇവർ. തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഈ പാവം അരുൺ എത്രമാത്രം കൊതിച്ചതായിരുന്നു. ചുവരെഴുത്തും ഫ്ലെക്സടിയും കഴിഞ്ഞപ്പോഴാണ് അരുൺകുമാറിൻ്റെ പവറിൽ പാർട്ടിക്ക് സംശയം തോന്നിയത്. അതോടെ P രാജീവും സ്വരാജും കൂടി ഒരാശുപത്രിയിൽ ചെന്ന് ICUവിൽ പണിയെടുത്തിരുന്ന ജോ ജോസഫിനെ വിളിച്ചിറക്കി സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് തലയിൽ പച്ചത്തൊപ്പിയും സ്റ്റെതസ്കോപ്പും അണിഞ്ഞ് പച്ച കോട്ടുമിട്ട് വന്ന ഒരാളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത്. അതോടെ അരുൺകുമാർ കഥ കടച്ചിട്ട് കരഞ്ഞു. പക്ഷേ സഖാവ് കരയാൻ പാടില്ല. കോമാളി കരഞ്ഞാൽ, കോമ്രേഡ് കരഞ്ഞാൽ ലോകം ചിരിക്കും. അതുകൊണ്ട് നാവടക്കി പണി തുടങ്ങി. കഴിഞ്ഞ 4 വർഷമായി ഈ അരുൺകുമാർ പാർട്ടിക്ക് വേണ്ടി ഹൃദയവും തലച്ചോറും ശ്വാസകോശവും വരെ പണയപ്പെടുത്തി അടിമപ്പണി ചെയ്യുകയാണ്. മിനിഞ്ഞാന്ന് വരെ പിണറായി വിജയനെ തെറി വിളിച്ച് ഇന്നലെ പാർട്ടിയിൽ വന്ന് സ്ഥാനാർത്ഥിയായി തോറ്റ് തുന്നം പാടിയ സരിൻ 80,000 രൂപയുടെ ശമ്പളക്കാരനായി. അരുണിൻ്റെ അവസ്ഥയോ, ഓലക്കാലും ശീലക്കാലും ചവിട്ടി താടിയും വടിച്ച് വോളണ്ടിയർ മാർച്ചും നയിച്ച ശേഷം സന്ധ്യയാകുമ്പോൾ ഏതെങ്കിലും ചാനലിൽ കയറി ഉത്തരം മുട്ടി നാണം കെട്ട് ഇറങ്ങിപ്പോകേണ്ടി വരുന്നു. പുറത്തുനിന്നും നോക്കുന്നവർക്ക് ഇതൊരു നല്ല ജോബായി തോന്നിയേക്കാം. പക്ഷേ ഇതുപോലൊരു നശിച്ച ജോലി വേറെയില്ല. എന്നിട്ടും ഇവരൊക്കെ നാളെയും കൃത്യമായി ഈ പണി ചെയ്യും. കാരണം 2 അറ്റവും കൂട്ടിമുട്ടിക്കണ്ടേ. നമ്മൾ ആദ്യം കേട്ട വോയിസിൽ അരുൺകുമാറിന് ഉത്തരം മുട്ടിയതാണ് വിഷയമായത്.
വെൽഫെയർ പാർട്ടിയുമായി UDF സഹകരിച്ചതിനെ വർഗീയതയായി കാണുന്ന പാർട്ടിയാണ് ഇപ്പോൾ കേരളത്തിലെ CPM. എന്നാൽ 2019 CPMൻ്റെ സ്ഥാനാർത്ഥിയായി കോയമ്പത്തൂരിൽ മത്സരിച്ച PR നടരാജൻ വെൽഫെയർ പാർട്ടിയുമായി സഹകരിച്ചതിൻ്റെയും അവരുടെ സ്വീകരണവും പിന്തുണയും ഏറ്റുവാങ്ങിയതിൻ്റെയും തെളിവുകൾ അവതാരകൻ അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് അരുൺകുമാറിന് ദേഷ്യമുണ്ടായത്. കുറേ നേരം ചത്ത പോലെ കിടന്ന ശേഷം മേലാൽ എന്നെ ഇത്തരം മെനക്കെട്ട ചർച്ചയ്ക്ക് വിളിക്കരുതെന്ന് പറഞ്ഞ് തുള്ളി ഉറഞ്ഞ് എഴുന്നേറ്റു. സീറ്റ് ബെൽറ്റ് ഇട്ട് കസേരയിൽ ബന്ധിച്ചില്ലെങ്കിൽ ഈ സഖാക്കൾ എഴുന്നേറ്റോടും. പാവം ജയിക്കിന് 3 തവണ തോറ്റതിൻ്റെയെങ്കിലും റെക്കോർഡുണ്ട്. എന്നാൽ അരുൺകുമാറിന് ആ ഭാഗ്യവുമില്ല. ഒറ്റ ദിവസം ഈ പാവത്തിന് വിശ്രമമില്ല. എന്തൊക്കെ വിഷയങ്ങളിലാണ് ഇയാൾ പിണറായി സർക്കാരിനെ ന്യായീകരിക്കാൻ ചാനലുകൾ കയറിയിറങ്ങുന്നത്. BRM ഷെരീഫിനും ജിൻഡോ ജോണിനും അബിൻ വർക്കിക്കുമൊക്കെ ചർച്ചയ്ക്കിടയിൽ കടിച്ചുകൂട്ടാനുള്ളൊരു പലഹാരം മാത്രമാണ് ഈ സാധു സഖാവ്. ദൈവമേ, ഈ ചെറുപ്പക്കാരനൊക്കെ എന്തെങ്കിലും ഒരു ഗതി ഈ പാർട്ടിയിൽ ഉണ്ടാകണേ. അധോഗതിയായാലും വേണ്ടില്ല, അതും ഒരു ഗതിയാണല്ലോ. നന്ദി.